ദൃശ്യം ആദ്യം മമ്മൂക്കേനെ ആയിരുന്നു അല്ലെ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഒന്ന് രണ്ട് സ്റ്റോറി ഇത് ചെയ്തപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പൊ പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നല്ലൊരു കഥ വന്നാൽ, അദ്ദേഹത്തിന് പറ്റുന്ന കഥ വന്നാൽ ഞാൻ ഇനി അപ്രോച്ച് ചെയ്യും. ഡെഫിനറ്റ്ലി, ഒരു സംശയം. ഏത് മൂവി സാറിന്റെ ഇറങ്ങിയാലും ദൃശ്യം പോലെയുള്ള സിനിമകളിലൊക്കെ ഒരു ഏരിയ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമോഷൻസും കുറച്ച് ആൾക്കാരെ അറ്റാച്ച് ചെയ്യിക്കാൻ, ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യിക്കാനൊക്കെ നമുക്ക് കുറച്ച് ടൈം വേണം. ഒത്തിരി പ്രതീക്ഷ വരരുത്. പ്രതീക്ഷ വന്നാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഏതൊരു വ്യക്തിക്കും എൻ്റെ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയും. ഇതൊരു ഇന്ത്യ മഹാരാജ്യം, ആർക്കും അവരുടെ അഭിപ്രായം പറയാം. റിവ്യൂവേഴ്സ്, ഞാൻ അവർക്കൊന്നും അഗനിസ്റ്റ് ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു സിനിമ ഇത് ചെയ്തു, എൻ്റെ വീട്ടിൽ തന്നെ റിവ്യൂവേഴ്സ് ഉണ്ട്. എൻ്റെ മക്കൾ എൻ്റെ മുഖത്ത് നോക്കി പറയും. എൻ്റെ കൂടെയുള്ളവർ റിവ്യൂവേഴ്സ് ഉണ്ട്. അവരെൻ്റെ ഫ്രണ്ട്സ് ഇത് ചെയ്ത് പറയും. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരാൾ പറയുന്നില്ല തന്നെ. പക്ഷെ ഇത്രയേ ഉള്ളൂ. ആ പറയുന്നതിൻ്റെ പർപ്പസ് എന്താണ്? ജെന്യുവൻ ആയിട്ട് പറയുന്നതാണോ? ചിലർ കുറ്റം പറയാൻ വേണ്ടി പറയും.